വാക്യത്തിൽ ഒരു വാക്യം തൊട്ട് പറയുവാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് നാളുകളിൽ ഇത് പ്രയോജനപ്പെടുന്നൊരു വാക്യമാണ്. ജനം പറയുവാണ്, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ചോദ്യചിഹ്നമാ, ഒരു ചോദ്യമാ. മരുഭൂമിയിൽ മേശ വീട് വെക്കാനല്ല, വീടുണ്ടായിട്ടല്ലേ മേശ. ആദ്യം വീടല്ലേ വേണ്ടത്, പിന്നല്ലേ മേശ. ബൈബിള് വചനം പറയുക, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ. എന്താ മേശ? ഇതൊരു മേശയാണ്. നമ്മുടെ വീടുകളിൽ മേശയുണ്ട്, ഭക്ഷണം എടുത്ത് വെക്കുന്ന സ്ഥലമാണ്, നല്ല വിഭവങ്ങൾ എടുത്ത് വെക്കുന്ന സ്ഥലമാണ്. മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഒരു ചോദ്യചിഹ്നമാണ്. എന്നെ ഈ വിധത്തിൽ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമോ? എൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ ദൈവത്തിന് കഴിയുമോ? ഈ വ്യക്തി മാനസാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമോ? ബൈബിൾ വചനം അസന്നിഗ്ധമായി പറയുന്നൊരു വാക്കുണ്ട്, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് പറ്റും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് അവർ ചോദിക്കുവാണ്, 20-ാമത്തെ വാക്യം. അവിടുന്ന് പാറയിൽ അടിച്ചു. അല്ല, അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടുത്തേക്ക് കഴിയുമോ? രണ്ട് ചോദ്യമാ. കഴിയുമോ? ജനത്തിന് അപ്പവും ഇറച്ചിക്കറിയും കൊടുക്കാൻ ദൈവത്തിന് കഴിയുമോ? മാംസം കൊടുക്കാൻ അല്ലെങ്കിൽ മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എഴുതിയിട്ടൊരു നിയോഗം, ഇത് സാധിക്കുമോ? ദൈവം ഇത് സാധിച്ചു തരുമോ? ഒരു സംശയമുള്ളൊരു ചോദ്യം കിടപ്പുണ്ട്. ഇനി ദൈവം തെളിയിച്ചു, സാധിച്ചു തരുമോ ഇല്ലയോ? 24-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം. എങ്കിലും അവിടുന്ന് സംശയിച്ചെങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു. ആകാശത്തോട് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു എന്നറിയാമോ? വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, കഴിയുമോ? ദൈവത്തിന് മേശ ഒരുക്കാൻ കഴിയുമോ? ഇത്രയും ജനത്തിന് അപ്പവും മാംസവും കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ സംശയിച്ച നിന്നേലും അവർക്ക് മുമ്പിൽ ആകാശത്തിന്റെ വാതിലുകളെ ദൈവം തുറന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചില കാര്യങ്ങളെ ഓർത്ത് ചിന്തിക്കുന്നു, ഈ രോഗം സൗഖ്യമാകുമോ? ഈ വീട് പണി പൂർത്തിയാകുമോ? ഈ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടുമോ? ഇനി എങ്ങനെ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവവചനം ചില പറയുന്നു, വാതിലുകളെ തുറന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, വാനിടത്തിന്റെ വാതിൽ തുറന്ന് അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു. സ്വർഗീയ ധാന്യം അവർക്ക് നൽകി കൊടുത്തു. അവർ പറഞ്ഞു തന്നെ, ഇത് ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ദൈവത്തിന് മേശ ഒരുക്കാൻ കഴിയുമോ? ദൈവം തെളിയിച്ചു. ആകാശത്തിന്റെ വാതിലുകളെ തുറന്ന് അവർ സംതൃപ്തമാകത്തക്ക വിധം. അതാണ് അടുത്ത വാക്യം വായിച്ച്, 25-ാമത്തെ വാക്യം. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി കൊടുത്തു. ആമേൻ. സംശയിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വന്നത് സമൃദ്ധിയായ അനുഗ്രഹമാണ്. അവർക്ക് അപ്പം 1 or 2 വച്ച് കൊടുത്തു എന്നല്ല, സമൃദ്ധിയായി കൊടുത്തു. ആ വാക്കൊന്ന് വിശ്വസിച്ച്, സമൃദ്ധി. എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞേ. എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ ഇച്ചിരി അനുഗ്രഹിക്കുന്ന ദൈവമല്ല, അല്പം അനുഗ്രഹിക്കുന്ന ദൈവമല്ല, സമൃദ്ധിയായി. വാക്കിൽ